കൃപാസനം പത്രം ജൂലൈ 2026 പാർട്ട് 4. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അമേരിക്ക അറ്റ്ലാന്റയിൽ നിന്നുള്ള റോബിൻ തോമസിന്റെ സാക്ഷ്യം. കൃപാസനത്തിനെതിരായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഉടമ്പടി ക്ലാസ്സിലിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുണ്ടായി. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ നടന്ന അത്ഭുതം. അമേരിക്കയിലായിരുന്ന എനിക്ക് ഒരു പെർമനന്റ് ജോലിയില്ലായിരുന്നു. ഞാൻ കൃപാസനത്തിനും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനും എതിരായി സംസാരിച്ചിട്ടുണ്ട്. കൃപാസനം പത്രം കിട്ടിയാലും ഞാനത് വായിക്കാറില്ല. എങ്കിലും മാതാവിന്റെ ഭക്തനായ ഞാൻ ഇതിലെന്തോ പ്രത്യേകതയുണ്ടെന്ന് മനസ്സിലാക്കി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സമയത്ത് ഒരു വൈദികൻ ഞങ്ങളുടെ കൂടെ ഉടമ്പടി ക്ലാസ്സിനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ബന്ധുവിന് ഉടമ്പടി എടുത്തതുവഴി സൗഖ്യം ലഭിച്ച സാക്ഷ്യം പറഞ്ഞു. ഞാൻ ഉടമ്പടിയെടുത്ത് എനിക്കൊരു പെർമനന്റായ ജോലി ലഭിക്കണമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് തിരിച്ച് അമേരിക്കയിലേക്ക് പോയി. പിറ്റേ ദിവസം ഞാൻ ഓൺലൈനിൽ വർക്ക് ചെയ്യാനിരിക്കുമ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ മെസ്സേജ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു എന്നാണ്. അതോടെ ഉടമ്പടി സത്യമാണോ എന്നെനിക്ക് സംശയം തോന്നി. വിശ്വാസം കുറഞ്ഞു. എങ്കിലും പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് പെർമനന്റായി ജോലി ലഭിച്ചു. കലിയിക്കാവിള മങ്കാട് നിന്നുള്ള ജിഗിൻസന്റെ സാക്ഷ്യം. കാൽവേദന കാരണം പണിക്ക് പോകാൻ കഴിയാതെ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുന്നത്. ഉടമ്പടി എൻ്റെ ജീവിതത്തിൻ്റെ ഗതി മാറ്റിമറിച്ചു. സൗദിയിലായിരുന്ന എനിക്ക് 2 കുതികാലും വേദന മൂലം ജോലിക്ക് പോകാൻ പറ്റാതായി. ഡോക്ടറെ കണ്ടപ്പോൾ കാലിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഞാൻ യൂട്യൂബിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കാണുകയും കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഓപ്പറേഷൻ കൂടാതെ സൗഖ്യം ലഭിച്ചു. കൂടാതെ 40 വർഷമായി വീട്ടിലേക്ക് പോകുന്നതിന് വഴിയില്ലായിരുന്നു. ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അതിനാൽ വീട് വയ്ക്കാൻ ഒരു ലോണിന് ശ്രമിച്ചിട്ട് ലഭിക്കുന്നില്ലായിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായി അവിടെ റോഡ് വന്നു. അതുപോലെ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി നല്ലൊരു ഭവനം പണിയുന്നതിനും സാധിച്ചു. കൂടാതെ സൗദിയിൽ സ്വന്തമായി പണി ഏറ്റെടുത്ത് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ അതിനും സാധിച്ചു. പത്തനംതിട്ടയിൽ നിന്നുള്ള ലിജോ ജോസഫിന്റെ സാക്ഷ്യം. ഒരു ഓൺലൈൻ തട്ടിപ്പിൽ അകപ്പെട്ട് ഞാൻ സഞ്ചാരി മാതാവിനെ പറ്റി കേട്ടാണ് ഇവിടെ എത്തുന്നത്. ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത സമയച്ചുരുക്ക ദൈവാനുഭവങ്ങൾ. എനിക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യതകളൊക്കെ വന്നപ്പോൾ ഞാൻ ഓൺലൈനായി ലോൺ എടുത്തു. അവർ എനിക്ക് 10,000 രൂപ തന്നിട്ട് 4,000 രൂപ പ്രോസസ്സിംഗ് ഫീസ് എന്ന് പറഞ്ഞെടുത്തു. ഒരാഴ്ച കൊണ്ട് 10,000 രൂപ ഞാൻ അടയ്ക്കണമെന്ന് പറഞ്ഞു. വീണ്ടും അവർ എനിക്ക് ലോൺ തന്നു. ഞാൻ എടുക്കുകയും ചെയ്തു. അവസാനം എനിക്ക് ലോൺ അടയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ അവർ എൻ്റെ ഫോൺ ഹാക്ക് ചെയ്തു. എന്നെ കാണുവാനില്ല, ലോൺ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നാട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്കുമെല്ലാം ഫോട്ടോ സഹിതം അവർ അയച്ചു കൊടുത്തു. അവരെല്ലാം എന്നെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി. ഞാൻ എടുത്ത ലോണിനേക്കാൾ കൂടുതൽ പണം അടച്ചിട്ടുണ്ട്. എന്നിട്ടും അവർ എല്ലാവർക്കും എൻ്റെ ഫോട്ടോ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയോട്, അമ്മ ഇപ്പോൾ തന്നെ ചെന്ന് അവരുടെ സിസ്റ്റത്തിൽ നിന്ന് എൻ്റെ ഫോണിലെ നമ്പറുകൾ ഡിലീറ്റ് ചെയ്ത് ആരും എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയി. പിന്നെ ആരും എന്നെ വിളിച്ചിട്ടില്ല. ഒരു ഭവനം പണിയാനും പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. കൊച്ചിയിൽ നിന്നുള്ള എലിസബത്ത് ജീനയുടെ സാക്ഷ്യം. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അടക്കം സുഖപ്പെട്ട ഞെട്ടിക്കുന്ന ഉടമ്പടി സാക്ഷ്യവുമായി ഒരു മകൾ. എനിക്ക് 2 വർഷമായി ഓസ്റ്റിയോ ആർത്രൈറ്റിസിന്റെ അസുഖമുണ്ടായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ഡെയിലി പെയിൻ കില്ലർ കഴിക്കണമെന്ന് പറഞ്ഞു. ഡെയിലി പെയിൻ കില്ലർ കഴിക്കുന്നത് നമ്മുടെ ബോഡിക്ക് കൊള്ളാത്തതിനാൽ ഞാനത് കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2ാമത്തെ ദിവസം തന്നെ വേദന മാറുകയും എല്ലാ കാര്യങ്ങളും ചെയ്യാനും സാധിച്ചു. കൂടാതെ എനിക്ക് കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നമുണ്ടായിരുന്നു. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും പെയിൻ വരുമായിരുന്നു. പെയിൻ വരുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകും, ഇഞ്ചക്ഷൻ എടുക്കും, തിരിച്ചു വരും. CT എടുത്തപ്പോൾ കിഡ്നിക്ക് വീക്കമുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ സർജറി പറഞ്ഞു. ഞാൻ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. സർജറിയുടെ അന്ന് രാവിലെ പരിശുദ്ധ അമ്മ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അതിനുശേഷം സർജറിക്ക് മുമ്പ് ഒരു CT കൂടി ചെയ്തപ്പോൾ അവിടെ സ്റ്റോൺ ഇല്ല. സർജറി ഒഴിവായി. എരുമേലിയിൽ നിന്നുള്ള അശ്വതിയുടെ സാക്ഷ്യം. തോറ്റുപോയിടത്തു നിന്നും മാതാവ് കൈപിടിച്ചുയർത്തി. ഹൃദയം തൊടുന്ന ഒരു ഉടമ്പടി സാക്ഷ്യം. ഒരു കോളേജ് അധ്യാപികയായി ഞാൻ ഹയർ സെക്കൻഡറിയിലേക്കുള്ള സെറ്റ് പരീക്ഷ കഴിഞ്ഞ 10 വർഷമായി എഴുതുകയായിരുന്നു.
ഒന്നും രണ്ടും മാർക്കിന് എപ്പോഴും ഫെയിൽ ആകുമായിരുന്നു. ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ ആകാൻ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ വളരെ വിഷമത്തോടെ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് അടുത്ത എക്സാം പാസ്സാക്കി തരണമെന്ന് പരിശുദ്ധ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും എക്സാം എഴുതി. റിസൾട്ട് വന്നപ്പോൾ ഞാൻ എക്സാം പാസ്സായി. കൂടാതെ എൻ്റെ ഭർത്താവ് സിനിമയിലെ റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ വർക്കുകളെല്ലാം പെൻഡിംഗ് ആയി കിടക്കുകയായിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ച് 15-ാം ദിവസം ഭർത്താവിന് ആ വർക്കിൻ്റെ അഡ്വാൻസ് തുക കിട്ടി. അടുത്ത പുതുക്കലിന് വരുന്നതിന് മുമ്പ് ഒരു കാർ വേണമെന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കാർ വാങ്ങാൻ സാധിച്ചു. വൈപ്പിൻ പെരുമ്പിള്ളിയിൽ നിന്നുള്ള ഷെറിൻ്റെ സാക്ഷ്യം. ഏത് അപ്രതീക്ഷിത ദുരന്തം വന്നാലും ഉടമ്പടിയിൽ അതിനൊരു പരിഹാരമുണ്ട്. ഏപ്രിൽ 22-ന് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച അത്ഭുതം ഇതാണ്. എൻ്റെ മകന് പനി കടുത്ത് ഡോക്ടറെ കണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത് മെനിഞ്ചൈറ്റിസ് ആകാനാണ് സാധ്യത, കുഞ്ഞിൻ്റെ കൗണ്ട് കൂടുതലാണ്, ടെമ്പറേച്ചർ കൂടുതലാണ് എന്ന് പറഞ്ഞു. കുഞ്ഞ് ICUവിൽ അബോധാവസ്ഥയിലായി. MRI എടുത്തപ്പോൾ സ്ട്രോക്ക് ആകാനാണ് സാധ്യത എന്ന് പറഞ്ഞു. ഒരു മിറാക്കിൾ നടന്നാലേ കുഞ്ഞിനെ തിരിച്ചു കിട്ടൂ എന്ന് ഡോക്ടർ പറഞ്ഞു. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിരുന്ന ഞാൻ ഉടമ്പടി പുതുക്കി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ച ശേഷം 322 ആയിരുന്ന ബാക്ടീരിയ കൗണ്ട് 36ലേക്ക് കുറഞ്ഞു. ഇത് മാതാവ് മകനെ തൊട്ട് സുഖപ്പെടുത്തിയതാണ്. 3-ാം ദിവസം മകൻ കണ്ണു തുറന്നു. കുഞ്ഞിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സുഖമായിരിക്കുന്നു. കൊച്ചിയിൽ നിന്നുള്ള ഹെലനയുടെ സാക്ഷ്യം. 18 വർഷത്തെ കണ്ണീർ മാഞ്ഞു. ഉടമ്പടി വഴി കൃപാസന മാതാവ് എന്നെ കൈപിടിച്ചുയർത്തി. 2008-ൽ ഞാൻ B.Ed പാസ്സായ ശേഷം 18 വർഷമായി പല സ്കൂളുകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഡെയിലി വേജസ് ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് സ്ഥിര ജോലിക്കായുള്ള ചാൻസ് പലതവണ വന്നുവെങ്കിലും എല്ലാം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഒരു പോസ്റ്റിന് അപേക്ഷിച്ചപ്പോൾ അവർ എനിക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞു. ഞാൻ വളരെ വിഷമത്തോടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു സ്കൂളിൽ നിന്നും വിളിക്കുകയും 18 വർഷത്തിന് ശേഷം അവിടെ പെർമനന്റ് പോസ്റ്റിൽ ഒരു ജോലി ലഭിക്കുകയും ചെയ്തു. എൻ്റെ മെറിറ്റ് നെഗറ്റീവിലേക്ക് പോയപ്പോഴാണ് പരിശുദ്ധ അമ്മ എന്നെ കൈപിടിച്ചുയർത്തിയത്. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. കൊല്ലത്തു നിന്നുള്ള കാർമലിയുടെ സാക്ഷ്യം. ഒരു ഗതിയും ഇല്ലാതിരുന്നപ്പോൾ ഉടമ്പടിയിൽ അഭയം പ്രാപിച്ച ഒരു മകളുടെ ഞെട്ടിക്കുന്ന ദൈവാനുഭവ സാക്ഷ്യം. എൻ്റെ അമ്മ പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തയായിരുന്നു. എൻ്റെ അപ്പനും അമ്മയ്ക്കും മത്സ്യബന്ധനമായിരുന്നു തൊഴിൽ. ഇസ്രായേലിൽ പോകുന്നതിന് വേണ്ടി അവർ വർഷങ്ങളായി ഒരുപാട് ശ്രമിച്ചിട്ട് തടസ്സങ്ങളായിരുന്നു. ഞങ്ങൾ 2 മക്കളെയും കല്യാണം കഴിപ്പിച്ച് അയച്ചുവെങ്കിലും വലിയ സാമ്പത്തികമൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. ആഹാരത്തിനോ വാടക കൊടുക്കാൻ പോലുമോ നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് അപ്പനും അമ്മയ്ക്കും ഇസ്രായേലിൽ ജോലി ശരിയാകുന്നതിന് നിയോഗം വെച്ചു. ഉടമ്പടിയെടുത്ത അന്ന് രാത്രി വിസ റെഡിയായിട്ടുണ്ട്, പൈസ വേണമെന്ന് പറഞ്ഞ് അവർക്ക് ഫോൺ വന്നു. 14 ലക്ഷം രൂപ വേണമായിരുന്നു. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ആ തുക കണ്ടെത്താനും അവർക്ക് ഇസ്രായേലിൽ പോകുന്നതിനും സാധിച്ചു. കൂടാതെ 18 സെന്റ് സ്ഥലവും വീടും വാങ്ങാൻ പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു. തിരുവനന്തപുരത്ത് നിന്നുള്ള ബിന്ദുവിൻ്റെ സാക്ഷ്യം. തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വരാൻ എനിക്ക് മനസ്സിലായിരുന്നു. ഉടമ്പടിയിൽ നോട്ട് ബൈ മെറിറ്റിൽ നടന്ന അത്ഭുതം. എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്ത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ മനസ്സിലായിരുന്നു. ഞാൻ 2 തവണ കേട്ടറ്റ് എഴുതിയിട്ട് പാസ്സായില്ല. ഞാൻ കേട്ടറ്റ് പാസ്സാകുന്നതിനും ബ്ലീഡിങ്ങും വയറുവേദനയും മാറുന്നതിനും വേണ്ടിയാണ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളുമായി പോയി എക്സാം എഴുതുകയും റിസൾട്ട് വന്നപ്പോൾ എക്സാം പാസ്സാവുകയും ചെയ്തു. കൂടാതെ ഏജ് ഓവർ ആയതിനാൽ എനിക്ക് ഗവൺമെന്റിൽ ജോലിക്ക് കയറാൻ പറ്റില്ലായിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായി എനിക്ക് അയക്കാൻ പറ്റുന്ന 2 പോസ്റ്റ് വരികയും ഗവൺമെന്റ് ജോലി ലഭിക്കുകയും ചെയ്തു. ഗുവാഹട്ടി വിൻസെൻഷ്യൻ സഭയിൽ നിന്നുള്ള ഫാദർ തോമസ് എട്ടിയലിൻ്റെ സാക്ഷ്യം. ഒരു വിൻസെൻഷ്യൻ വൈദികനായ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ വിശ്വാസം ആഴപ്പെട്ടത് ഓൺലൈൻ ഉടമ്പടി വഴി. എൻ്റെ മമ്മി കൃപാസനത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും പറയുമ്പോൾ ഞാൻ അത്ര ആഴമായ വിശ്വാസമില്ലാത്തതിനാൽ തർക്കിക്കുമായിരുന്നു. എൻ്റെ സഹോദരന് ശക്തമായ ചുമ മൂലം മരുന്നുകൾ മാറി മാറി കഴിച്ചിട്ടും അസുഖം മാറിയില്ല. ക്യാൻസർ ആണെന്ന് ഡോക്ടർ സംശയം പറഞ്ഞു. എൻ്റെ മമ്മി കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിരുന്നു. കൃപാസനം മാതാവിനോടുള്ള മാധ്യസ്ഥം വഴി ചേട്ടന് സൗഖ്യം ലഭിച്ചു. അതെനിക്ക് വിശ്വാസം വർദ്ധിക്കാൻ കാരണമായി. ഇതിനിടയിൽ എനിക്ക് ഇംഗ്ലണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയി. അവിടെ പോകുന്നതിന് IELTS പാസ്സാകണമായിരുന്നു.
ഞാൻ പലതവണ എഴുതിയിട്ടും പാസ്സായില്ല. പിന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നതിന്റെ ഫലമായി എക്സാം പാസ്സായി. ബാംഗ്ലൂരിൽ നിന്നുള്ള റീസയുടെ സാക്ഷ്യം. വചനം നൽകിയാണ് എൻ്റെ കുഞ്ഞിന് ഈശോ സൗഖ്യം നൽകിയത്. എൻ്റെ ഓൺലൈൻ ഉടമ്പടി സാക്ഷ്യം ഇതാണ്. ഞാൻ സാമ്പത്തികമായും മാനസികമായും വളരെ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. കൊന്തമാസത്തിൽ വീടുകളിലുള്ള ജപമാല പ്രാർത്ഥനയുടെ സമയത്ത് എനിക്ക് കൃപാസനം മാതാവിനെ കാണാൻ സാധിച്ചു. എനിക്ക് 15 വർഷമായി ഒരു ജോലിയില്ലാതെ വിഷമിക്കുകയായിരുന്നു. എനിക്കൊരു ജോലി നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. കൂടാതെ എൻ്റെ മകന് 3 മാസമായി വിട്ടുമാറാത്ത വയറുവേദനയും ഗ്യാസും ഛർദിയും ഉണ്ടായിരുന്നു. മരുന്നുകൾ മാറി മാറി കഴിച്ചു നോക്കി, ആഹാരം മാറ്റി നോക്കി, എന്നിട്ടും അസുഖത്തിന് മാറ്റമില്ലായിരുന്നു. ഒരു ദിവസം മകന് അസുഖം കൂടിയപ്പോൾ ഞാൻ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ കൊടുത്തു. അതിനുശേഷം യോഹന്നാൻ 1:1 എന്ന വചനം എന്നെ കാണിക്കുന്നു അമ്മേ എന്ന് മകൻ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് എന്നോട് ആരോ പറയുന്നു എന്ന് മകൻ പറഞ്ഞു. അതിനുശേഷം മകന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. കാനഡയിൽ നിന്നുള്ള രോഹിത് രവിശങ്കറിന്റെ സാക്ഷ്യം. കാനഡ PR കിട്ടാൻ മാനുഷിക വഴികൾ അടഞ്ഞപ്പോൾ ഞാൻ കാനഡയിൽ ഇരുന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തപ്പോൾ നടന്ന അത്ഭുതം. ഞാൻ 5 കൊല്ലമായി കാനഡയിൽ വർക്ക് ചെയ്യുന്നു. ഈ സമയമെല്ലാം PR കിട്ടുന്നതിന് വേണ്ടി വളരെയധികം ശ്രമിച്ചു കൊണ്ടിരുന്നു. എൻ്റെ എംപ്ലോയറും എനിക്ക് വേണ്ടി PR കിട്ടുന്നതിന് വേണ്ടി വളരെയധികം ശ്രമിച്ചുവെങ്കിലും അത് വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് പോയി. എൻ്റെ അമ്മ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പ്രോസസ്സിംഗ് ടൈം ഒന്നും എടുക്കാതെ 90 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കാനഡ PR ലഭിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി.